ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ബുദ്ധിസമാണ്. അപ്പോൾ ബുദ്ധിസം എമർജ് ചെയ്ത ഒരു റിലീജിയൻ ആയിട്ട്. അപ്പോൾ അതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് ഗൗതമ ബുദ്ധ. അപ്പോൾ ഗൗതമ ബുദ്ധയുടെ പ്രൊഫൈൽ നമ്മൾ ജൈനിസത്തിൽ മഹാവീരെ പഠിച്ചതുപോലെ, അതായത് വർദ്ധമാന മഹാവീരെ പഠിച്ചതുപോലെ പ്രൊഫൈൽ പഠിക്കണം. അപ്പോൾ ഗൗതമ ബുദ്ധയുടെ ഒറിജിനൽ നെയിം എന്തായിരുന്നു? ഒറിജിനൽ നെയിം എന്ന് പറയുന്നത് സിദ്ധാർത്ഥ. ഒറിജിനൽ നെയിം സിദ്ധാർത്ഥ. ഓക്കെ, സിദ്ധാർത്ഥ. ആരായിരുന്നു ഇദ്ദേഹം? സൺ ഓഫ് സുധോധന രാജാവിൻ്റെ സൺ ആയിരുന്നു. ഓക്കെ, അപ്പം ഇദ്ദേഹം ജനിച്ചപ്പോൾ ആ ഡൈനാസ്റ്റി ശാഖ ഡൈനാസ്റ്റി. ഏത് ഡൈനാസ്റ്റിയാണ്? ശാഖ ഡൈനാസ്റ്റി. ഇതിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് ബിഗിനിങ് ഓഫ് മഗധ എംപയർ ആണ്. മഗധയൊക്കെ നമ്മൾ ഇനിയിപ്പോൾ ഈ ചാപ്റ്ററിൽ പഠിക്കും, മഗധ എംപയർ. സോ ബിഗിനിങ് ഓഫ് മഗധ എംപയർ ഉത്തർപ്രദേശ് റീജിയനിലാണേ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കണം. സിദ്ധാർത്ഥ എന്നാണ് ഒറിജിനൽ നെയിം. എല്ലാം എസ് ആണ്. സിദ്ധാർത്ഥ, സൺ ഓഫ് ആരാണ്? സുധോധന. ഡൈനാസ്റ്റി ഏതാണ്? ശാഖ ഡൈനാസ്റ്റി. അപ്പം എസ് 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 3 കാര്യങ്ങൾ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ്. ഇനി എന്താണ് ഇദ്ദേഹത്തിൻ്റെ സ്ഥലം നമുക്ക് നോക്കാം. ബർത്ത് പ്ലേസ് അല്ലേ? അപ്പോൾ എവിടെയാണ് ബർത്ത്? ലുംബിനി. എവിടെയാണ്? ലുംബിനി അറ്റ് കപിലവസ്തു. ഇതെവിടെയാണ്? നേപ്പാളിലാണ്. ഓക്കെ, ലുംബിനി, കപിലവസ്തു, നേപ്പാൾ. ഇത്രയും മനസ്സിലായല്ലോ. ഇതാണ് ബർത്ത് പ്ലേസ് എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ്. ഓക്കെ, ഇദ്ദേഹത്തിന് എൻലൈറ്റ്മെന്റ് ഉണ്ടായത്. എൻലൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ജ്ഞാനോദയം ഉണ്ടായത് ഏത് പ്ലേസിലാണ്? ഉത്തർപ്രദേശിലെ ബോധ്ഗയയിൽ വെച്ചിട്ടാണ്. ഉത്തർപ്രദേശ് അല്ല, ബീഹാർ ആണേ. എവിടെയാണ്? ബോധ്ഗയ, ബീഹാർ ആണേ. നമ്മുടെ മഹാവീരനെ പഠിച്ചതും ബീഹാറിലായിരുന്നല്ലോ. ബീഹാറിൽ എവിടെയാണ് പഠിച്ചത്? അദ്ദേഹത്തിന്റെ ജനനം എവിടെയായിരുന്നു? ബീഹാറിലെ വൈശാലിയിലായിരുന്നു ബോൺ ചെയ്തത്. അപ്പം അത് ഓർത്ത് വെച്ചോണേ. അപ്പൊ ഇവിടെ ഇദ്ദേഹത്തിന്റെ എങ്ങനെയാണ്? ബുദ്ധൻ്റെത്. ഇതും ബി ബുദ്ധൻ ബോധ്ഗയയിൽ ബീഹാറിൽ വെച്ചിട്ടാണ് എന്നുണ്ടായത്? എൻലൈറ്റ്മെന്റ് ഉണ്ടായത്, ജ്ഞാനോദയം ഉണ്ടായത്. അദ്ദേഹം ഒരു പീപ്പിൾ ട്രീയുടെ കീഴിൽ ഇരുന്നിട്ട് ആ പീപ്പിൾ ട്രീ അവിടെ നിന്ന് എന്ത് ചെയ്യുമായിരുന്നു? അദ്ദേഹം മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അതായത് ട്രൂത്ത് എന്താണ് എന്ന് കണ്ടുപിടിക്കും വരെ ഞാൻ ഇവിടുന്ന് പോകില്ല എന്നൊരു തീരുമാനം എടുത്തിട്ട് അദ്ദേഹം എവിടെയാണ്? പീപ്പിൾ ട്രീ. അപ്പോൾ അത് ഓർത്ത് വെച്ചോണേ. പീപ്പിൾ ട്രീയുടെ കീഴിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ഇരിക്കുന്നത്. അപ്പം അറ്റ് ദ ഏജ് ഓഫ് 35 അദ്ദേഹം എന്തുണ്ടാവുന്നത്? എൻലൈറ്റ്മെന്റ് ഉണ്ടാവുന്നത്. ഇനി അടുത്ത പോയിന്റ്, അദ്ദേഹത്തിന്റെ ഫസ്റ്റ് സെർമൺ അല്ലെങ്കിൽ ലെക്ചർ എന്ന് പറയാം. ലെക്ചർ ഏത് പ്ലേസിലാണ് ഫസ്റ്റ് ലെക്ചർ അദ്ദേഹം കൊടുത്തത്? സർനാഥ് ഉത്തർപ്രദേശാണ്, UP. ഇനി 5ാമത്തെ പോയിന്റ്, അദ്ദേഹത്തിന്റെ നിർവാണ മീൻസ് ഡെത്ത് ആണ്. നിർവാണ എന്ന് പറഞ്ഞാൽ എന്താ? ഡെത്ത് ആണ്. അതെവിടെയാണ്? ഏത് പ്ലേസിലാണ്? കുഷിനാര, അതും ഉത്തർപ്രദേശിലാണ്. കുഷിനാര എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. അപ്പോൾ എല്ലാം ഒന്നും കൂടി നോക്കാമേ. ഫസ്റ്റ് എന്താണ്? സിദ്ധാർത്ഥ എന്നാണ് പേര്. സുധോധന രാജാവിൻ്റെ മകനായിരുന്നു. ശക ഡൈനാസ്റ്റി. ഇത് മഗധ എംപയർ ബിഗിനിങ്ങിലാണ് ഈ സംഭവം. ഫസ്റ്റ് പോയിന്റ്. അടുത്ത ബർത്ത് എവിടെയായിരുന്നു? ലുംബിനിയിലായിരുന്നു. ലുംബിനി എവിടെയാണ്? കപിലവസ്തു, അത് നേപ്പാളിലാണ്. അടുത്തത് എൻലൈറ്റ്മെന്റ് ഏത് ഏജിലാണ് ഉണ്ടായത്? എവിടെ വെച്ചാണ്? എൻലൈറ്റ്മെന്റ് എവിടെയാണ്? BBB. SSS എന്ന് പറയുമ്പോൾ BBB. അതായത് ബുദ്ധന്റെ ബോധ്ഗയയിലാണ്, ബീഹാറിൽ വെച്ചിട്ടാണ് എന്തുണ്ടായത്? എൻലൈറ്റ്മെന്റ് ഉണ്ടായത്. അപ്പോഴത്തെ ഏജ് എത്രയായിരുന്നു? 35. അടുത്തത് ഫസ്റ്റ് സെർമൺ അല്ലെങ്കിൽ ലെക്ചർ കൊടുത്തത് എവിടെയാണ്? സർനാഥ്, ഉത്തർപ്രദേശ്. അടുത്ത ഡെത്ത് എവിടെയാണ്? നിർവാണ എവിടെയാണ്? കുഷിനാര, ഉത്തർപ്രദേശ്. അപ്പോൾ നേപ്പാളിലാണ് ജനിച്ചത്. പിന്നെ എങ്ങോട്ടാണ്? എന്താണ് പറയുന്നത്? നേപ്പാളിൽ നിന്ന് ബീഹാറിൽ വെച്ചിട്ട് എന്തുണ്ടായി? എൻലൈറ്റ്മെന്റ് ഉണ്ടായി. എന്നിട്ട് അവിടുന്ന് ഉത്തർപ്രദേശിലെ, നേപ്പാളിൽ എവിടെയാണ് സ്ഥലം? നേപ്പാളിലെ സ്ഥലം എന്ന് പറയുന്നത് ലുംബിനി, കപിലവസ്തു അല്ലേ. ഇനി ബീഹാറിൽ എവിടെയാണ്? ബോധ്ഗയയിലാണ് എന്തുണ്ടായത്? എൻലൈറ്റ്മെന്റ് ഉണ്ടായത്. പിന്നെ ഉത്തർപ്രദേശിൽ എവിടെ വന്നു? സർനാഥിൽ ഫസ്റ്റ് ലെക്ചർ കൊടുത്തു. പിന്നെ ഉത്തർപ്രദേശിലെ കുഷിനാരയിൽ എന്ത് ചെയ്തു? നിർവാണ. അപ്പോൾ ഈ 4 സ്ഥലങ്ങളും ആ ഡേറ്റ് ഓർത്തു വയ്ക്കണം. അങ്ങനെ ജൈനിസത്തിൽ നമ്മൾ മഹാവീരനെ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു പ്രാകൃത് ലാംഗ്വേജിലാണ് അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്. ഏത് ലാംഗ്വേജിലാണ്? പ്രാകൃത്. അതുപോലെ ഇവിടെ ബുദ്ധിസം പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ പഠിക്കേണ്ടത് അദ്ദേഹം യൂസ് ചെയ്തത് പാലി ലാംഗ്വേജ് ആണ്. ലാംഗ്വേജ് ഏതാണ്? പാലി. അപ്പോൾ അത് ഓർത്തു വെക്കണം. പിന്നെ ജൈനിസത്തിൽ നമ്മൾ 3 കാര്യങ്ങൾ എക്സ്ട്രാ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ജൈനിസത്തിന്റെ ഡോക്ട്രൈൻസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ്, പിന്നെ ത്രിരത്ന പഠിച്ചു അല്ലേ. 3 കാര്യങ്ങൾ പഠിച്ചു. ത്രിരത്ന, മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് ത്രിരത്ന പഠിച്ചു. പിന്നെ അതുകൂടാതെ നമ്മൾ എന്താണ് പഠിച്ചത്? 5 വോസും പഠിച്ചു. 5 വോസ്. അതുപോലെ ബുദ്ധിസത്തിനകത്ത് നമുക്ക് 3 കാര്യങ്ങൾ പഠിക്കണം. ഓക്കെ, ബുദ്ധിസത്തിന്റെ പ്രിൻസിപ്പിൾസ്,
പിന്നെ ബുദ്ധിസത്തിൻ്റെ കുറച്ച് ആക്ടിവിറ്റീസ്, ബുദ്ധിസമായിട്ട് ബന്ധപ്പെട്ട് അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ്. പിന്നെ നമ്മൾ പഠിക്കേണ്ട എന്താണ്? അഷ്ടാംഗമാർഗ, അതായത് അഷ്ടം മീൻസ് 8. അഷ്ടം എന്ന് പറഞ്ഞാൽ 8 ആണ്. ഇവിടെ ത്രിരത്ന എന്ന് പറഞ്ഞാൽ 3 അല്ലേ, 3 ത്രിരത്നം 3 എണ്ണം ഉണ്ട്. അതുപോലെ അഷ്ടാംഗമാർഗം പഠിക്കണം, അത് 8 എണ്ണമാണ് ഉള്ളത്. അപ്പം ഇനി ഇതാണ് പഠിക്കാൻ പോകുന്നത്, ഈ 3 കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം ഏത് നോക്കാം? നമുക്ക് ആക്ടിവിറ്റീസ് നോക്കാം. ഈ ബുദ്ധിസത്തിൽ നമ്മൾ ഇവരെ ഗ്രൂപ്പ്സ്, സംഘാസ്, ബുദ്ധിസ്റ്റ് ആ ഗ്രൂപ്പ്സിനെ സംഘ എന്നാണ് പറയുന്നത്, സംഘ. അപ്പോൾ ഈ സംഘാസിൻ്റെ എന്താണ്? ആക്ടിവിറ്റീസ് ആണ്, ബുദ്ധിസമാണേ പറയുന്നത്, ആക്ടിവിറ്റീസ് ആണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? ഓൾ വെയർ ഇൻക്ലൂഡഡ് ഇൻ ദ ഗ്രൂപ്പ് വിത്തൗട്ട് കാസ്റ്റ് ആൻഡ് ജെൻഡർ കൺസിഡറേഷൻ. അപ്പോൾ വിത്തൗട്ട് കാസ്റ്റ് ആൻഡ് ജെൻഡറും നോക്കില്ല, കാസ്റ്റും നോക്കില്ല, എല്ലാവരെയും എന്ത് ചെയ്യും? ഇൻക്ലൂഡ് ചെയ്യും. എല്ലാവരെയും എന്ത് ചെയ്യും? ഇൻക്ലൂഡ് ചെയ്യും. ഷോർട്ടാക്കിയാണ് എഴുതുന്നത്, നോട്ട്ബുക്കിൽ എഴുതുമ്പോഴത്തേക്കും അത് എക്സ്പ്ലനേറ്ററി ആയിട്ട് എഴുതിക്കോണം. എന്താണ്? ഓൾ വെയർ ഇൻക്ലൂഡഡ് ഇൻ ദ ഗ്രൂപ്പ് വിത്തൗട്ട് കാസ്റ്റ് ആൻഡ് ജെൻഡർ കൺസിഡറേഷൻ, അതുപോലെ തന്നെ പഠിക്കണം. ഓക്കെ, അടുത്തത് ഡിസിഷൻസ് വെയർ മെയ്ഡ് ഇൻ ഗ്രൂപ്പ്സ്. ഡിസിഷൻസ് എങ്ങനെയാണ് എടുക്കുന്നത്? ഗ്രൂപ്പായിട്ടാണ് എടുക്കുന്നത്. ഡിസിഷൻസ് എങ്ങനെയാണ്? ഗ്രൂപ്പായിട്ടാണ് എടുക്കുന്നത്. ഡിസ്കഷൻസിലൂടെ അവരെന്ത് ചെയ്യുന്നു? ഗ്രൂപ്പ് ഡിസ്കഷൻസിലൂടെ ഡിസിഷൻ എടുക്കുന്നു. എന്നിട്ട് മെജോറിറ്റി ഒപ്പീനിയനും നോക്കുന്നുണ്ട്. എന്താണ്? മെജോറിറ്റി ഒപ്പീനിയനും എന്ത് ചെയ്യും? കൺസിഡർ ചെയ്തിട്ടാണ് ഫൈനൽ തീരുമാനം എടുക്കുന്നത്. അടുത്ത മൂന്നാമത്തെ മെത്തേഡ്, വർക്കിംഗ് മെത്തേഡ് ഓഫ് ബുദ്ധിസ്റ്റ് സംഘ ഹെൽപ്പ് ടു ഡെവലപ്പ് സെൻസ് ഓഫ് ഡെമോക്രസി. ഓക്കെ, സെൻസ് ഓഫ് ഡെമോക്രസി. കണ്ട, ഒരു ഡെമോക്രസി, അതായത് രാജഭരണ കാലഘട്ടമാണെങ്കിലും അവിടെ ഒരു ഡെമോക്രസി ആൻഡ് വാല്യൂ ഫീലിംഗ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഗ്രൂപ്പ്സിന് കഴിഞ്ഞു. മനസ്സിലായത്? വലിയൊരു അച്ചീവ്മെൻ്റ് അല്ലേ? അപ്പോൾ ആ ഐഡിയാസ് ചേഞ്ച് ആയതും പുതിയ തോട്ട് പ്രോസസ്സിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതാണ് ആക്ടിവിറ്റീസ്, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത പഠിക്കേണ്ടത് പ്രിൻസിപ്പിൾസ് ആണ്. ഡോക്ട്രൈൻസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ആണ് ബുദ്ധിസത്തിൻ്റെ. ഓക്കെ, പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ, ലൈഫ് ഈസ് ഫുൾ ഓഫ് സോറോസ്. ലൈഫ് എന്ന് പറയുമ്പോൾ എപ്പോഴും എന്തായിരിക്കാം? ദുഃഖങ്ങൾ ഉണ്ടാവാം. അപ്പം ദുഃഖങ്ങളുടെ കാരണമാണ് ഇനി പറയുന്നത്. ഡിസയർ ഈസ് ദ കോസ് ഓഫ് സോറോ. അപ്പോൾ ഈ സോറോയ്ക്ക് കാരണം എന്താണ്? നമ്മളെ ആഗ്രഹങ്ങളുണ്ടല്ലോ, നമ്മളെ ആഗ്രഹങ്ങൾ, എക്സ്പെക്റ്റേഷൻസ് കാരണമാണ് ആക്ച്വലി എന്താ ഉണ്ടാവുന്നത്? നമ്മുടെ ആഗ്രഹങ്ങൾ കാരണം നമുക്ക് എന്തുണ്ടാവും? ദുഃഖങ്ങളുണ്ടാവും. നടക്കാതെ വരുമ്പോൾ ചിലപ്പോൾ ദുഃഖങ്ങളുണ്ടാവും. ഓക്കെ, അപ്പം അതിനുവേണ്ടി പറയുന്ന പരിപാടി എന്താ? ഇഫ് ഡിസയർ ഈസ് ഡിസ്ട്രോയിഡ്, ഡിസയർ നമ്മൾ ഡിസ്ട്രോയ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സോറോ വിൽ ഡിസപ്പിയർ. ഡിസയർ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പിന്നെ അവിടെ സോറോയ്ക്ക് അവിടെ ചാൻസ് ഇല്ല. ഓക്കെ, ടു അച്ചീവ് ദിസ്, അപ്പോൾ ഇതൊക്കെ നേടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? അത് ക്ലിയർ ആയിട്ട് നോട്ട്ബുക്കിൽ എഴുതണം. ടു അച്ചീവ് ദിസ് 8-fold path, 8 മാർഗങ്ങളാണ്. അതിനെയാണ് അഷ്ടാംഗമാർഗ. അഷ്ടം മീൻസ് 8, സോ അഷ്ടാംഗമാർഗ നമ്മൾ എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. ഷുഡ് ബി ഫോളോഡ് എന്ന് തന്നെ എഴുതണം നോട്ട്ബുക്കിൽ. 8-fold path ടു അച്ചീവ് ദിസ്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അച്ചീവ് ചെയ്യാൻ നമ്മൾ വി ഹാവ് ടു ഫോളോ അഷ്ടാംഗമാർഗ. അപ്പോൾ ഇതാണ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഇനിയാണ് എന്ത് പഠിക്കാൻ പോകുന്നത്? അഷ്ടാംഗമാർഗം എന്താണ്? ആ 8 കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി അഷ്ടാംഗമാർഗയാണ് പഠിക്കാൻ പോകുന്നത്. അഷ്ടാംഗമാർഗ. ഓക്കെ, അത് 8 കാര്യങ്ങളാണ്. ഇതിന് വേറൊരു പേരും കൂടെ ഉണ്ട്, മിഡിൽ പാത്ത് ഓർ മധ്യമാർഗ. മധ്യം മീൻസ് മിഡിൽ, മധ്യമാർഗ. മിഡിൽ പാത്ത് ഓർ മധ്യമാർഗ. ഓക്കെ, അപ്പോൾ ഓരോന്നായിട്ട് നോക്കാം. ആദ്യം റൈറ്റ് വിഷൻ. നമ്മൾ ത്രിരത്നം പഠിച്ചപ്പം പഠിച്ചില്ലേ 3 കാര്യങ്ങൾ? റൈറ്റ് എന്ന് വെച്ചിട്ട് പഠിച്ചത്, അതുപോലെ തന്നെ റൈറ്റ് വിഷൻ. രണ്ടാമത്തത് റൈറ്റ് സ്പീച്ച്. വർത്തമാനം നല്ലതായിരിക്കണം, ഉദ്ദേശം, വിഷൻ നല്ലതായിരിക്കണം. അടുത്ത റൈറ്റ് ലൈവ്ലിഹുഡ്. അടുത്ത റൈറ്റ് അവെയർനെസ്. അടുത്ത എല്ലാ കാര്യങ്ങളും അവെയർ ആയിരിക്കണം, ലൈവ്ലിഹുഡ് നല്ലതായിരിക്കണം, സ്പീച്ച് നല്ലതായിരിക്കണം, വിഷൻ നല്ലതായിരിക്കണം. നല്ല ചിന്ത എന്ന് പറയുന്നത് ഇൻറ്റൻഷൻ, നമ്മുടെ എയിം എന്ന് പറയുന്നത് പ്യൂർ ആയിരിക്കണം, നല്ലതായിരിക്കണം. അടുത്ത ആക്ഷൻ, ചെയ്യുന്ന കാര്യങ്ങൾ, അത് നമ്മൾ ത്രിരത്നയിലും പറഞ്ഞിട്ടുണ്ട് അല്ലേ, റൈറ്റ് ആക്ഷൻ ആയിരിക്കണം എന്നുള്ളത്. അടുത്തത് എഫേർട്ട്, നമ്മുടെ എഫേർട്ട് എന്തായിരിക്കണം? കറക്റ്റ് ആയിരിക്കണം. പിന്നെ വേണ്ടത് മെഡിറ്റേഷൻ, ധ്യാനം വേണം, മെഡിറ്റേഷൻ വേണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ അഷ്ടാംഗ മാർഗത്തിൽ വരുന്നത്. ഓക്കെ, വിഷനുണ്ട്,
സ്പീച്ച് ഉണ്ട്, ലൈവ്ലിഹുഡ്, ഇൻറ്റൻഷൻ, പിന്നെ അവയർനെസ്, ആക്ഷൻ, എഫോർട്ട്, മെഡിറ്റേഷൻ. ഓക്കെ, ഇപ്പോൾ ഷോർട്ട് കട്ടായിട്ട് മെസ്സി ഓർത്ത് വയ്ക്കാം, MESI മെസ്സി. പിന്നെ ലാവ അറിയാമല്ലോ, അപ്പം മെസ്സി ലാവ. ഓക്കെ, മെസ്സി ലാവ. അപ്പോൾ ഇതൊന്നും മറന്നു പോകില്ല. എന്താണ് മെഡിറ്റേഷൻ, എന്ന് പറയുന്നത് എഫേർട്ട്, എന്താ സ്പീച്ച്, I ഇൻറ്റൻഷൻ, L ലൈവ്ലിഹുഡ്, A അവയർനെസ്, അടുത്ത V വിഷൻ, അടുത്ത A ആക്ഷൻ. മെസ്സി ലാവ. അത്രയും പഠിച്ചു. അപ്പോൾ എന്തൊക്കെ പഠിച്ചു? പ്രിൻസിപ്പിൾസ് പഠിച്ചു, പിന്നെയുള്ള കാര്യങ്ങൾ അവരുടെ ഇത് പഠിച്ചു, ആക്ടിവിറ്റീസ് പഠിച്ചു, ഇത് അഷ്ടാംഗമാർഗ്ഗം, ഇത്രയും പഠിച്ചു. ഇനി പഠിക്കേണ്ട 2-3 പോയിന്റും കൂടിയേ ഉള്ളൂ. അതും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ബുദ്ധിസം ഒരുവിധമായി. അപ്പോൾ ഇതിൽ പഠിക്കേണ്ടത് ഇനിയിപ്പോൾ സ്തൂപ. എന്താണ് സ്തൂപ? ഓക്കെ, സ്തൂപ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബിൽഡിംഗ് ബിൽഡ് ഓൺ സൈറ്റ്സ് വേർ ദ ഫിസിക്കൽ റിമെയിൻസ് ഓഫ് ബുദ്ധ ഓർ ഒബ്ജക്ട്സ് ഓഫ് ബുദ്ധ വെയർ ബെറീഡ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ റിമെയിൻസും അദ്ദേഹം ഉപയോഗിച്ച ഒബ്ജക്ട്സും ഒക്കെ ബറി ചെയ്ത സ്ഥലങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? സ്തൂപ എന്ന് പറയുന്നത്. സ്തൂപ. ഓക്കെ, ടോംബ് എന്നൊക്കെ പറയില്ലേ, ശവകുടീരം എന്നൊക്കെ പറയൂലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. സ്തൂപാസ് എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്, അപ്പോൾ അത് പഠിക്കണം. എങ്ങനെയാണ് അപ്പോൾ സ്തൂപ അത് എന്താണെന്ന് പഠിക്കണം, അത് എങ്ങനെയാണെന്ന് പഠിക്കണം. എങ്ങനെയാണ് ഇരിക്കുന്നത്? സെമി സർക്കുലാർ ഷേപ്പാണേ. പിന്നെ അത് ഫുള്ളും എന്തുണ്ട്? അതിൽ ഫുള്ളും കാർവിങ്സ് ഉണ്ട്. എന്താണ്? കൊത്തുപണികൾ, കാർവിങ്സ്. ഓക്കെ, അപ്പോൾ ഫേമസ് ആയിട്ടുള്ള സ്തൂപം എന്ന് പറയുന്നത് സാഞ്ചി സ്തൂപം ഉണ്ട്. സാഞ്ചി സ്തൂപ എവിടെയാണ്? മധ്യപ്രദേശിലാണ്. സാഞ്ചി സ്തൂപ എവിടെയാണ്? മധ്യപ്രദേശിലാണ്. ഓക്കെ, ഇനി 2-3 പോയിന്റ്സും കൂടിയേ ഉള്ളൂ. അതായത് ഞാൻ പറഞ്ഞല്ലോ, ബുദ്ധിസത്തിൽ സംഘാസ് ഉണ്ട്. സംഘ അവരാ ഒരു ഗ്രൂപ്പിനെയാണ് പറയുന്നത്, സംഘ. ഓക്കെ, അപ്പോൾ ഈ സംഘയുടെ പ്രവർത്തനം എങ്ങനെയാണ്? അപ്പോൾ ഇവരാണ് ബുദ്ധിസം എന്ത് ചെയ്യുന്നത്? പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, പ്രചരിപ്പിക്കുന്നത്. ഈ സംഖ്യയിലുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു? ബുദ്ധിസം എന്ത് ചെയ്യുന്നു? പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതാണ് അവരുടെ ജോലി. ഓക്കെ, അപ്പം ഇതിൽ എല്ലാവരും അഡ്മിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ജെൻഡറും കാസ്റ്റോ എന്നൊക്കെ നമ്മൾ ആദ്യമേ പറഞ്ഞു. ജെൻഡറോ കാസ്റ്റോ ഒന്നും നോക്കാതെയാണ് ആൾക്കാർ ഇതിനകത്ത് എന്ത് ചെയ്യുന്നത്? അക്കോമഡേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻറ്റ് പഠിക്കേണ്ടത്, ഇതിൽ വുമണും മെന്നും കാണുമല്ലോ. അപ്പോൾ വിമണും കാണും, ഈ ട്രൂപ്പിൽ ആരും കാണും? മെന്നും കാണും. അപ്പോൾ സംഖ്യയിൽ ജോയിൻ ചെയ്യുന്ന ഒരു വിമണിനെ നമ്മൾ എന്തെന്ന് വിളിക്കാം? ഒരു വുമണിനെ നമ്മൾ എന്തെന്ന് വിളിക്കാം? ഭിക്ഷുണി എന്ന് വിളിക്കാം. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഭിക്ഷുണീസ്. അപ്പം മെന്നിനെ എന്താ വിളിക്കുന്നത്? ഭിക്ഷൂസ്. ഓക്കെ, ഭിക്ഷുണിയും ഉണ്ട്, പിന്നെ ഭിക്ഷു. എന്തൊക്കെയാണ്? ഭിക്ഷുണി, ഭിക്ഷു. അത്രയും പറഞ്ഞു. ഇനി അടുത്ത ഇദ്ദേഹം നമ്മുടെ ബുദ്ധിസത്തിൽ ഈ ബുദ്ധ ഇവരെ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? സംഖ്യയിലുള്ള പീപ്പിളിനെ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, വാട്ട് വാസ് ഒപ്പീനിയൻ ഓഫ് ബുദ്ധ അബൌട്ട് ദീസ് മൊണാസ്റ്റിക് ഓർഡേഴ്സ്? അപ്പോൾ ഒപ്പീനിയൻ ഓഫ് ബുദ്ധ അബൌട്ട് ദീസ് ഓർഡേഴ്സ്, ഒപ്പീനിയൻ ഓഫ് ബുദ്ധയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഈ ആൾക്കാരെ? അതായത് ജസ്റ്റ് ആസ് റിവർ, ഇത് അതുപോലെ എഴുതി വെക്കണം ബുക്കിൽ. റിവർ ഫ്ലോസ് ഇൻ ടു ഓഷ്യൻ. റിവർ ഫ്ലോ ചെയ്താണ് ഇവിടെ ചെയ്യുന്നത്, ഓഷ്യൻസിൽ ചേരുന്നത്. എന്നിട്ട് അത് എന്തായി മാറും? ഒന്നായി മാറും. ഈ റിവേഴ്സ് എല്ലാം കൂടെ ഓഷ്യനിൽ ചെന്ന് അടിയുമ്പോൾ അത് ഒന്നാവൂലോ. സോ അതുപോലെ തന്നെയാണ് വെൻ എ പേഴ്സൺ ബിക്കംസ് എ മെമ്പർ ഓഫ് ദ ബുദ്ധിസ്റ്റ് സംഘ, ദാറ്റ് പേഴ്സൺ വിൽ ലോസ് ഹർ. അവർക്ക് എന്തൊക്കെ ലോസ് ആകുമോ? പേഴ്സൺ വിൽ ലോസ് ഹർ ഹിസ് ഓർ ഹർ നെയിം. അവിടെ പിന്നെ അവരുടെ പേരിന് പ്രാധാന്യമില്ല. എന്തോന്നൊക്കെയാണ് ലോസ് ആവുന്ന? പേര് അവിടെ ലോസ് ആവുകയാണ്. പിന്നെ കാസ്റ്റ് ലോസ് ആവുകയാണ്. റാങ്ക്, സൊസൈറ്റിയിൽ ഏത് തട്ടിലാണ് അവർ ജീവിക്കുന്നത് എന്നുള്ളത് അത് ലോസ് ആവുകയാണ്. ഫാമിലി എന്താവുകയാണ്? ലോസ് ആവുന്നത്. അപ്പോൾ പ്യുവർലി എന്താണ്? അവരുടെ സ്വന്തം ഐഡന്റിറ്റി. ഇപ്പോൾ റിവർ ഓഷനിൽ ചേരുമ്പോൾ റിവറിൻ്റെ ഐഡന്റിറ്റി അവിടെ ഇല്ലല്ലോ. പിന്നെ ഓഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇല്ലേ, അത് കണക്കാണ് ഇവരുടെയും സിസ്റ്റം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ മഹാവീരന്റെ ജൈനിസത്തിൽ പഠിച്ചതുപോലെ 2 സെക്ട് പഠിച്ചതുപോലെ തന്നെയാണ് ഇതിനകത്ത് 2 സെക്ടറായിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ബുദ്ധിസത്തിൽ ലേറ്റർ ആയപ്പോഴത്തേക്കും അത് 2ആയിട്ട് എന്തായിട്ടുണ്ട്? സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ മോഡലാണ് സ്പ്ലിറ്റ് ആയിരിക്കുന്നത്? മഹായാന, ഹീനയാന. ഓക്കെ, മഹായാന ആ ഒരു ഗ്രൂപ്പ്, ആ സ്പ്ലിറ്റിംഗ്, അവർ എങ്ങനെയാണ്? ഈ സെക്ടർ സ്പ്ലിറ്റ് ഇൻറ്റു സെക്ട്, 2 സെക്ടാണ്. ഓക്കെ, നമ്മൾ ഇതിലും പഠിച്ചു. ഏതിൽ? വർദ്ധമാന മഹാവീരെ പഠിച്ചപ്പോഴും സെക്ടറായിട്ട് ഡിവൈഡ് ചെയ്യുന്ന പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് സെക്ടർ? ശ്വേതാംബരാസും ദിഗംബരാസും പഠിച്ചിട്ടുണ്ട്. അതുപോലെയാണ് ഇത് മഹായാനയും ഹീനയാനയും ബുദ്ധിസത്തിൽ ഇതാണ്. ഓക്കെ, മഹായാനയിൽ അപ്പോൾ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? മഹായാന പീപ്പിൾ ബുദ്ധനെ ഗോഡായിട്ടാണ് ബിലീവ് ചെയ്യുന്നത്. എങ്ങനെയാണ്? ഗോഡായിട്ട്. ഇത് അങ്ങനെയല്ല.
അപ്പോൾ ഇതാണ് അതിനകത്ത് വരുന്ന ഇത്രയും കാര്യങ്ങളാണ് ബുദ്ധിസത്തിൽ പഠിക്കാനുള്ളത്.